നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ISL ഇന്നലെയാണ് വീണ്ടും ആരംഭിച്ചതും. എന്തായാലും ആരാധകർ എല്ലാം കാത്തിരുന്നത് സൂപ്പർ കപ്പിന് ശേഷം ISL വീണ്ടും കാണാനാണ്. എന്തായാലും ഇന്നലെ തൊട്ട് മത്സരങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ ആദ്യ മത്സരത്തിൽ നേരിട്ടത് ജംഷഡ്പൂർ FCയും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമാണ്. ആ മത്സരത്തിൽ സമനിലയിൽ ഇരു ടീമുകൾക്കും പിരിയേണ്ടി വന്നു. 1-1 എന്ന നിലയിൽ മത്സരം ഗോളുകൾ അടിച്ച് അവസാനിപ്പിക്കുക തന്നെയായിരുന്നു. ജംഷഡ്പൂർ FCക്ക് വേണ്ടി ഇമ്രാൻ എന്ന് പറയുന്ന താരം 34-ാം മിനിറ്റിൽ ആദ്യ പകുതിയിൽ ഗോൾ അടിക്കുക തന്നെയായിരുന്നു. ശേഷം രണ്ടാം പകുതിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക് വേണ്ടി ബെമർ എന്ന് പറയുന്ന താരം 66-ാം മിനിറ്റിലും ഗോൾ അടിച്ച് സമനിലയിൽ കളി പിടിക്കുക തന്നെയായിരുന്നു. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് ഇരു ടീമുകളും മത്സരം കാഴ്ചവെച്ചിരിക്കുന്നതും. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഒരു സൈനിങ് ആയിരുന്നു വിദ്യാസാഗർ. എന്തായാലും നമുക്കറിയാം, വിദ്യാസാഗർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അധികം മത്സരം കളിച്ചിട്ടില്ലെങ്കിൽ പോലും പല മത്സരങ്ങളിലും ഇറങ്ങി മികച്ച രീതിയിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൽ മികച്ച കൂടുതൽ താരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ വിദ്യാസാഗറിന് ഇപ്പോൾ കളിക്കാനൊന്നും അവസരം കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിദ്യാസാഗറിനെ കരിയർ വെച്ച് നോക്കുമ്പോൾ താരം മറ്റൊരു ടീമിൽ പോയി പന്ത് തട്ടുന്നത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നിലവിൽ സൈഡ് ബെഞ്ചിൽ ഇരുന്നിട്ട് ഒരു കാര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ വിദ്യാസാഗർ ഇപ്പോൾ പഞ്ചാബ് FCയിൽ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ്: കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയും ഈ കാര്യം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ റൂമർ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒഫീഷ്യലായിട്ട് ഇന്നലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ അറിയിപ്പ് വന്നത്. എന്തായാലും വിദ്യാസാഗറിന് ഇനി പഞ്ചാബ് FCയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. പഞ്ചാബ് FC മോശം പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത്. നിലവിൽ ലീഗിൽ കളിച്ച ടീമായിരുന്നു പഞ്ചാബ് FC. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു സൗഹൃദ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പുതിയ താരമായ ഫെഡറും ജസ്റ്റിൻ ഇമാനുവലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ഒരു സൗഹൃദ മത്സരം കളിച്ചതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ഫെഡർ എന്ന് പറയുന്ന വമ്പൻ വിദേശ താരം 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. മഹാരാജാസ് കോളേജിനെതിരെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പന്ത് തട്ടിയത്. എന്തായാലും എതിരില്ലാത്ത 4 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഫെഡറിൻ്റെ തകർപ്പൻ പ്രകടനം തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഉടനീളം താരം കാഴ്ചവെച്ചിരിക്കുന്നുവെന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അൺഒഫീഷ്യൽ റിപ്പോർട്ടാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രമുള്ളൂ. അപ്പോൾ കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.